തിളങ്ങുന്ന വന്യത. കാട്ടാനകളുടെ വിളയാട്ടത്തിൽ നിലമ്പൂർ വെണ്ടേക്കുംപൊയിലെ കർഷകൻ ഹരീഷിന് നഷ്ടമായത് ലക്ഷങ്ങൾ മൂല്യമുള്ള വിളകൾ ആണ്. ഹരീഷിന്റെ വാഴകൾ വിളവെടുപ്പിന് തയ്യാറിരിക്കെ ആയിരുന്നു ആനകളുടെ വിളയാട്ടം. ആനകൾ കാരണം ദുരിതം സഹിക്കുന്ന എണ്ണമറ്റ മലയോര കർഷകരിൽ ഒരാളാണ് ഹരീഷ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് കക്കാടംപൊയിലിനോട് ചേർന്ന വെണ്ടേക്കുംപൊയിൽ. പന്തീരായിരം വനമേഖലകളിൽ നിന്നാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നത്. ഹരീഷിന്റെ 10ാം ബ്ലോക്കിലുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുലച്ചതും കുലയ്ക്കാറായതുമായ 500ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ ചവിട്ടിമെതിച്ചത്. 10ാം ബ്ലോക്കിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 2000 വാഴകളിൽ 500ഓളം വാഴകൾ ഇതിനോടകം ആനകൾ നശിപ്പിച്ചു. നേന്ത്രവാഴകൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി 50,000 രൂപയോളം ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയും ആനകൾ തകർത്തു. നിലവിലെ നേന്ത്രക്കായയുടെ വിലയനുസരിച്ച് നഷ്ടം 3 ലക്ഷം രൂപയിലധികം വരും. 10 മുതൽ 20 കിലോ വരെ തൂക്കം ലഭിക്കേണ്ട വാഴക്കുലകളാണ് നഷ്ടമായത്. സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പ എടുത്തതിന് പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയാണ് കൃഷി നടത്തുന്നതെന്ന് ഹരീഷ് പറയുന്നു. ഒരു വാഴയുടെ പാട്ടമായി 20 രൂപ ഭൂമിയുടെ ഉടമയ്ക്ക് നൽകണം. ഒരു 10ാം ബ്ലോക്കിൽ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്, 2000 വാഴത്തോളം വെച്ചിട്ടുണ്ട്. അതിൽ ആന ഇറങ്ങിയിട്ട് ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ആനകൾ വരും, നശിപ്പിക്കുകയാണ്. കുറച്ച് പൈസ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താണ്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ആന ഇറങ്ങും. ഒരു 500 വാഴയുടെ അടുത്ത് ഏകദേശം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് 4 ലക്ഷം രൂപ എനിക്ക് ഈ തോട്ടത്തിന് ചിലവായിട്ടുണ്ട്. ഒരുപാട് പൈസ നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വാഴയ്ക്ക് 6 തവണ വളപ്രയോഗം വേണം. കൂടാതെ ജലസേചനവും. ഒറ്റയ്ക്ക് പണി ചെയ്യാൻ കഴിയാത്തതിനാൽ 2 തൊഴിലാളികളുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിക്കായി വലിയ സംഖ്യ ഇതിനോടകം ചിലവായി കഴിഞ്ഞു. ഏപ്രിൽ മാസത്തോടെ വാഴക്കുലകൾ വെട്ടിവിൽക്കാൻ കഴിയുമായിരുന്നു. അതിനിടയിലാണ് കാട്ടാനകൾ എല്ലാം നശിപ്പിച്ചത്. വനം വകുപ്പിന് ഒരു വാഴയ്ക്ക് പരമാവധി നഷ്ടപരിഹാരം നൽകാൻ കഴിയുക 87 രൂപ മാത്രമാണ്. കടങ്ങൾ എങ്ങനെ വീട്ടുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് ഈ യുവ കർഷകൻ. ന്യൂസ് 18 മലപ്പുറം.